കേന്ദ്ര ബജറ്റിൽ വന്നില്ലെങ്കിലും കേരളത്തിനായുള്ള അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. കേന്ദ്ര ബജറ്റിൽ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകില്ലെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പദ്ധതിയുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ റെയിൽവേ മന്ത്രി വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ ഓഫീസ് തുറക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കേന്ദ്രാനുമതി ഈ ആഴ്ച തന്നെ കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം 16-ന് റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചു. DPR തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തുന്ന കാര്യവും മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. പദ്ധതി സംബന്ധിച്ച് ഔദ്യോഗിക രേഖയൊന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. വാക്കാലുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവിക കാലതാമസമാണ് ഉത്തരവിന്റെ കാര്യത്തിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക ഉത്തരവുകൾക്ക് കാത്തിരിക്കാതിരുന്നത് പദ്ധതിക്കായി സമയം കളയേണ്ടെന്ന് കരുതിയാണ്. മഴയ്ക്ക് മുന്നേ പ്രധാന സർവേകൾ തീർക്കാനാണ് ആലോചിക്കുന്നത്. പാത കടന്നുപോകുന്ന ഭാഗങ്ങളിലെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കും. അവരുടെ ആശങ്കകൾ ദൂരീകരിക്കും. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും. എന്തെല്ലാം ഉപകാരങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത് കൃത്യമായി എൻവയോൺമെൻറ്റിനെ കൊണ്ടുവരുന്ന ഉപകാരമാണ്. പിന്നെ ഡീസൽ ഓയിൽ സേവിങ്, റോഡ് ആക്സിഡൻറ്റ്സ് എത്ര കുറയാമെന്ന് ഒക്കെ ഞാൻ പറയും. നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യുന്നുണ്ട്. ഈ അതിവേഗം എങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന 10 to 12 people die every day on the roads. And about 25 to 30 people get injured. ഈ അതിവേഗ റെയിൽവേ വന്നതിന് ശേഷം നേരിൽ 1.5 ലക്ഷം ആൾക്കാർ റെയിലിലേക്ക് പോവാണ്. 1.5 ലക്ഷം ആൾക്കാർ. സർ, ഈ സംസ്ഥാന സർക്കാരിന്റെ റെയിൽവേ മിനിസ്റ്റർ മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളെ ഒന്നും ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിനോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും ചെയ്യില്ല. ഇത് ജോയിന്റ് വർക്കാണ്. കേരളയിൽ പറയുന്ന ഒരു ജോയിന്റ് വർക്കാണ്. ഇപ്പോൾ ജോയിന്റ് വർക്കല്ല, ഇത് DMRC is home work and DMRC is being paid. ഇതിന്റെ പിന്നീട് തുടങ്ങാനുള്ള സർക്കാരിന് വായ്പ ലഭ്യമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനൊക്കെ ഒരു രൂപം ഉണ്ടാവും. കംപ്ലീറ്റ് എങ്ങനെ എത്ര പണം വിലയെടുക്കണം, എത്ര പണം ഗവൺമെന്റിന് മേടിക്കേണ്ടി വരും, ഒക്കെ ക്ലിയർ ആയിട്ട്. ഇതിനിടെ ഇ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണ്. സർക്കാർ മുന്നോട്ട് വെച്ച RRTS പദ്ധതി വെറുമൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നാണ് ഇ ശ്രീധരൻ പറയുന്നത്. ഇത് മണ്ടൻ തീരുമാനമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ശ്രീധരനെ സ്പെഷ്യൽ ഓഫീസറായി കേന്ദ്രം നിയമിച്ചിട്ടില്ലെന്നാണ് മന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരു പടി കൂടി കടന്ന് ശ്രീധരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയല്ലേ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരിഹാസരൂപേണയുള്ള ചോദ്യം. ശ്രീധരന്റെ ബദൽ നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് നേരത്തെ വിവാദത്തിന് തുടക്കമായത്.